പുനരധിവാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കും. എന്നാൽ അതുവരെ താൽക്കാലിക പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ക്യാമ്പ് സ്കൂളുകളിലാണ്, കുട്ടികൾക്ക് പഠിക്കണം, അധികകാലം സ്കൂളിൽ ക്യാമ്പിൽ നിർത്താനാകില്ല. അപ്പോൾ അതിനെന്ത് പരിഹാരം കാണും? അതിന് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭിക്കുക, വാടകയ്ക്ക് വീടെടുക്കുക, ഷെൽട്ടർ ഒരുക്കുക, എവിടെയൊക്കെ ഒഴിവുകളുണ്ടോ ആ ഒഴിവുകൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ക്യാമ്പിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ താമസിക്കാൻ താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി തയ്യാറാക്കുക. അതിൻ്റെ ഭാഗമായി സർക്കാർ തന്നെ മുൻകൈ എടുക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെ ആദ്യമായി തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതൊരു ഇൻസ്പിരേഷനാണ്. അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാവുന്ന നിലയിൽ സർക്കാർ സംവിധാനങ്ങളെ ക്യാമ്പിലുള്ളവർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായി ക്വാർട്ടേഴ്സുകൾ ഇവിടെ ഏതൊക്കെയുണ്ട് എന്ന് പൊതുവെ പരിശോധിച്ചു. ആ ക്വാർട്ടേഴ്സുകൾ നോക്കിയപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ 27 ക്വാർട്ടേഴ്സുകളുണ്ട്. ആ ക്വാർട്ടേഴ്സുകൾ മുഴുവൻ ക്യാമ്പ് അംഗങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അതിനു പുറമെ മറ്റു വകുപ്പുകളുടെ ക്വാർട്ടേഴ്സ് അടക്കം 64ഓളം ക്വാർട്ടേഴ്സുകൾ. ഞങ്ങൾ ഈ തീരുമാനം 2 ദിവസം മുമ്പ് എടുത്തപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിൻ്റെ റിപ്പയർ വർക്കും വൃത്തിയാക്കലും മറ്റും നടത്തണമെന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ ഉദ്യോഗസ്ഥർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പ്രത്യേകം പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ക്വാർട്ടേഴ്സ് നോക്ക്, 3 ബെഡ്റൂമുള്ള ക്വാർട്ടേഴ്സാണ്. 3 ബെഡ്റൂമുള്ള ഈ ക്വാർട്ടേഴ്സിൽ ഇനി 3 കുടുംബങ്ങൾക്കെങ്കിലും താമസിക്കാനാകും. എത്ര വേഗത്തിലാണത് ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത്. അതിനെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ മറ്റിടങ്ങളിലും പ്രവൃത്തി നടക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇങ്ങനെ ഒരുക്കുമ്പോൾ സ്വകാര്യ സംവിധാനങ്ങൾ, വീടുള്ളവർ, അതുപോലെ ഫ്ലാറ്റുള്ളവർ, മറ്റ് സംവിധാനങ്ങളുള്ളവർ, അവരും ഇതിന് തയ്യാറായി വരുമ്പോൾ ആ വീടുകളിൽ വേണ്ട മറ്റ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഒരുക്കി കൊടുക്കണം. അങ്ങനെ ഒരു ടീമായിട്ടുള്ള പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പറഞ്ഞത് നല്ല ഫോളോ അപ്പോട് കൂടി നടപ്പിലാക്കാനായിട്ടുണ്ട്. അത് എല്ലാവരും നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ ഇതിനു വേണ്ടി ശ്രമിച്ചു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നു. ഈ ക്വാർട്ടേഴ്സ് ഒരു 10, 12, 13, 14 പേർക്ക് താമസിക്കാൻ പറ്റും. 3 കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത് മിനിഞ്ഞാന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് ക്യാമ്പ് അംഗങ്ങളെ നല്ല നിലയിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെയുള്ള പല ക്വാർട്ടേഴ്സുകളും ഇനി തയ്യാറാകാൻ വേണ്ടി പോകുന്നുണ്ട്. ബാക്കി മന്ത്രിമാർ പറയും. ഒന്നുമില്ല, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം. കാരണം പറഞ്ഞ നേരം കൊണ്ട് 29 ക്വാർട്ടേഴ്സ്, 27 അല്ല, നേതൃത്വപരമായ ഒരു പങ്കുവഹിച്ച് ഈ കാര്യങ്ങളിലേക്ക് ഒരു ഘട്ടം കിടക്കുകയാണ്. ഇനി നമുക്ക് വാടക വീടുകളുടെ അവസാനത്തെ ലിസ്റ്റ് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ലഭ്യമാക്കണം എന്ന് കർശനമായി നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തോടെ വാടക വീടുകളിൽ കിട്ടാവുന്നതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാകും. ആരൊക്കെയാണോ അർഹരായ വിധത്തിൽ അങ്ങോട്ട് പോകേണ്ടത് ആ ലിസ്റ്റ് തയ്യാറാകും. അതുകൂടി കൂട്ടി വെച്ചുകൊണ്ട് നല്ല ഒരു പ്രവർത്തനത്തിലേക്ക് പോകും. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വല്ലാത്ത ചെറുപ്പമായതുകൊണ്ട് ഒരു മാതൃക കാണിച്ച് അങ്ങ് അടിച്ചു കയറി. ഇതിൽ പ്രത്യേകം പറയേണ്ടത്, ഗവൺമെന്റിന്റെ ഉദ്ദേശം മനസ്സിലാക്കി മാതൃകാപരമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ വളരെ ആവേശകരമായ ആത്മാർത്ഥമായ പ്രവർത്തനമാണ്. അതാണ് ഞങ്ങളുടെ ദൗത്യ ശ്രമങ്ങളുടെ വിജയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഘടകം. എല്ലാവരെയും ഞങ്ങൾ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുന്നു. അതെ, അതിന്റെ എണ്ണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഈ ജില്ലയുടെ പല ഭാഗത്തുണ്ട്, ഇതിന്റെ അടുത്തുള്ളതുണ്ട്. അതിന്റെ എണ്ണം നേരത്തെ പറഞ്ഞു. ഇതിന് പുറമെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പ്രീഫാബ് നിർമ്മാണം എത്രയും വേഗത്തിൽ നടത്താൻ പറ്റുന്ന നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങി. അതിന്റെ വലിയൊരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം കിട്ടിയാലുടൻ പ്രീഫാബ് നിർമ്മാണം വേഗത്തിൽ നടത്താനാകും. അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികളുടെ വീടുകൾ, ഫ്ലാറ്റുകൾ, ഇവയൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു. വളരെ പോസിറ്റീവായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ ഇവിടെ നിന്ന് ആളുകൾ പോയി അവിടെ സ്വീകരിച്ചൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ വയനാട് ജില്ലയിലെ ഏത് പഞ്ചായത്തും ഇവിടെയുള്ളവർ ആരും ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ സ്വീകരിക്കാനും അവരെ താമസിപ്പിക്കാനും തയ്യാറാണെന്നുള്ള പ്രഖ്യാപനമായിരുന്നു ഇന്നലത്തെ LSDD അതുപോലെ ഉദ്യോഗസ്ഥരുടെയും മറ്റു യോഗത്തിലുണ്ടായിട്ടില്ല. ഞങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുത്താണ്. അപ്പോൾ ജനങ്ങൾ എല്ലാ നിലയിലും
അതിഥികളെ സ്വീകരിക്കുന്നത് പോലെ അവരെ സ്വീകരിക്കാനും താമസിപ്പിക്കാനും തയ്യാറായി വരികയാണ്. അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരള മോഡൽ ഇതിലൂടെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർ ഒറ്റക്കല്ല, അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് ഇതിലൂടെ സർക്കാരും ജനങ്ങളും കേരളമാകെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വാടക കെട്ടിടങ്ങൾ കിട്ടുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ആളുകൾ മാറ്റുകയാണോ അതോ അത് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം, അവരുടെ കൂടി അഭിപ്രായം എടുത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം തൽക്കാലം സ്കൂളുകളിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് വിഷയം. അത് കഴിഞ്ഞാൽ പിന്നത്തെ മറ്റൊരു നിങ്ങളോടെല്ലാം ഒരു അഭ്യർത്ഥനയുള്ളത്, സതുദ്ദേശത്തോടു കൂടിയായിരിക്കാം നേരത്തെ നടന്ന പുനരധിവാസത്തിലെ ചില ന്യൂനതകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് തിരുത്തിക്കാനായിരിക്കാം. പക്ഷേ ഒരു കേരള മോഡൽ ഈ പുത്തുമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 20 വീടുകൾ. ആ വീടുകൾ നിങ്ങൾ പോയി നോക്കണം. ആ വീടുകൾ കേരള മോഡലാണ്. അതും കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ നിങ്ങൾ ഒന്ന് ശ്രമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കും. കാരണം ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ്. അത് അവിടെ കഴിയുന്ന പാവപ്പെട്ട ആളുകൾക്കുണ്ടാകുന്ന മനോവിഷമം കഴിയുന്നതാണ്. നേരത്തെ റവന്യൂ മന്ത്രി പറഞ്ഞതുപോലെ അതാണോ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കേണ്ട സന്ദേശം? ഈ പുത്തുമലയുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ടത്തിൽ നടത്തിയ പുനരധിവാസത്തിന് വേണ്ടി നിർമ്മിച്ച വീടുകളാണോ കാണിക്കേണ്ടത്? ആ വീടിന് തുല്യമായൊരു സങ്കേതമാണ് ഇപ്പോൾ നമ്മളിവിടെ അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇതാണ് മാതൃക. ഈ മോഡലാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വിഷ്വൽസ് ഒന്ന് ദയവായി നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.